ഇനി നമ്മളെ പന്നി പെരളനാണ് വെക്കാൻ പോകുന്നത്. നാടൻ രീതിയിൽ പാലക്കാരുടെ പന്നി പെരളനാണ് വെക്കാൻ പോകുന്നത്. ഞാൻ പാലക്കാരിയാണ്. പാലായില് അരിയുത്രപ്പള്ളി ഇടവകയാണ്. പിന്നെ എന്റെ പന്നിക്ക് ദുബായിൽ നിന്നൊക്കെ 3 നാൾ ഇത് വന്നു. അമ്മച്ചിയുടെ പന്നി ഇറച്ചിക്കറി വെക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഈസ്റ്ററിന് തന്നെ വെച്ച് കാണിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഞാനിത് വെക്കുന്നത്. തുഷാരെ, ഞാനത് പന്നി പെരളൻ വെക്കുവാണ്, കണ്ടുപഠിച്ചു കേട്ടോ. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: ഇതൊരു 2 കിലോ പന്നിയുണ്ട്. അതിന് വേണ്ടുന്ന സബോള, പന്നിയിറച്ചിക്ക് കുറച്ച് സബോള ചേർത്താൽ മതി കേട്ടോ, ഒത്തിരി ചേർക്കരുത്. ഉപ്പ്, മുളക് പൊടി അല്ല ചുവന്ന മുളക് പൊടി കേട്ടോ, കാശ്മീരി പൊടി നമ്മള് ചാറിനൊക്കെ ചേർത്താൽ മതി, കൊഴുപ്പിനൊക്കെ ആയിട്ട് വയ്ക്കാൻ. പിന്നെ ഇത് മല്ലിപ്പൊടിയും പന്നിക്ക് കുറച്ചേ ചേർക്കുള്ളൂ, തീരെ കുറച്ച് മതി മല്ലിപ്പൊടി. പിന്നെ മഞ്ഞപ്പൊടി, മസാലപ്പൊടി, ഇത് വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, കറിവേപ്പ്, കുരുമുളക് പൊടി. പന്നിക്കറി വെക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളക് പൊടിയും നന്നായിട്ട് ചേർക്കണം. അതാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ്. പിന്നെ ഞാൻ ഇത് മിക്സിയിലിട്ട് അടിച്ചത് കൊണ്ട് അതിന് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഗ്രൈൻഡറിലെ വെള്ളമായിരുന്നു. അത് ഞാൻ ഈ ഗ്രേവിക്കകത്തോട്ട് ഒഴിക്കും. അരപ്പ് മുപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചൊരു ടേസ്റ്റ് വരും. ഇനി വെളിച്ചെണ്ണ. ഇനി നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളിനി വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. നേർച്ച ആയതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ മതി. നമ്മൾ ഇതിന് ശേഷം ഈ ഇറച്ചി ഒലത്തി കൂട്ടാനുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് സബോളയൊക്കെ വരളാനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ. പന്നിയിറച്ചി വെക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം മൂപ്പിക്കാനിടുമ്പോൾ നമ്മൾ കടുകിടുന്നില്ല. പന്നിയിറച്ചിക്ക് കടുകിട്ട് പൊട്ടിക്കുകയല്ല കേട്ടോ. എന്നാ ചൂടെ ഇനി അതിൻ്റെ അകത്തോട്ട് ഇഞ്ചി ഇടുവാണ്. ഇത് നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകുമാണ് അതിൻ്റെ മെയിൻ ടേസ്റ്റ് പന്നിയിറച്ചി വെക്കുന്നത്. അത് ഇഞ്ചിയുടെ ഒക്കെ ഒരു കുത്തലുമണമില്ലേ, അത് ഒന്ന് പോകാൻ വേണ്ടിയിട്ടാവട്ടെ ഇഞ്ചി ഒന്ന് പയ്യെ ഒന്ന് എണ്ണയ്ക്കകത്ത് വറ്റാനിട്ടതേ. നമ്മൾ സവോള ഇടുവാണ്. ഒത്തിരി തീ വേണ്ട കേട്ടോ. ഇനി നമ്മൾ ഉപ്പിടുവാണ്. സവോളയും പെട്ടെന്നൊന്ന് വരയണമല്ലോ എന്ന് ഓർത്തോണ്ട ഇച്ചിരി കൂടാനുള്ള ഉപ്പിട്ടുകയാണ്. ഇനി കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇടാം. കുറച്ച് കറിവേപ്പില ഇട്ടു. ഇനി നമ്മൾ ഈ ഇറച്ചിക്ക് ഇടാനുള്ള മഞ്ഞൾപ്പൊടി ഒരു 1.25 സ്പൂൺ മഞ്ഞൾപ്പൊടി. മൂടി വെക്കുവാണെങ്കിൽ ഒരു 2 മിനിറ്റ്. കാരണം സവോള നല്ലപോലെ ഒന്ന് വഴന്നോട്ടെ. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടെ അരച്ചതിലെല്ലാം കൂടി സവോളയിലോട്ടെ ആ ഗ്രേവിയൊക്കെ ഇട്ടലോട്ടൊന്ന് പിടിക്കാം. നമ്മുടെ സവോള വരണ്ടോന്ന് നോക്കാം കേട്ടോ. അതാണ് നമ്മുടെ സവോള ശരിയായി. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് മുളക് പൊടി ഇടുക. മുളക് പൊടി ഇടുക കേട്ടോ. 4 ചെറിയ സ്പൂണാണ്. ഈ സ്പൂണിനാണ് മുളക് പൊടി ഇട്ടതിന്. എരിവൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുന്നുണ്ടോ, എരിവും ഉപ്പുമൊക്കെ. ഇതിപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ നാടൻ രീതിയിലൊക്കെ വെക്കുന്നുണ്ട്, കുറച്ച് കൂടുതലല്ലേ ഇറച്ചിയൊക്കെ വെക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ അനുസരിച്ചുള്ള സാധനങ്ങളാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങളിത് വെക്കുന്ന ഇതിൻ്റെ അനുസരിച്ച് ചേർക്കണം. ഇതിൻ്റെ ചേരുവകളൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി മല്ലിപ്പൊടി ഇടുവാണേ. മല്ലിപ്പൊടി പന്നിയിറച്ചിയൊക്കെ കുറച്ച് ഇടാവുള്ളൂ കേട്ടോ. അത് 2 കിലോ മിച്ചം ഇറച്ചി ഉള്ളതുകൊണ്ട് ഞാൻ 3 ചെറിയ സ്പൂണ്, ഈ സ്പൂണിന് 3 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുള്ളൂ. നമ്മൾ ചാറല്ല വെക്കുന്ന പെരളനല്ലേ. പന്നിയിറച്ചി ഒരിക്കലും ചാറ് വെച്ച് കൂട്ടരുത്, കോയില്ല. ഞങ്ങളെല്ലാവരും ഒലത്തി കൂട്ടുള്ളൂ. നന്നായിട്ട് നല്ല ഉണങ്ങി വരട്ടി എടുക്കും, കറുത്തിരിക്കും. ഈ മല്ലിപ്പൊടി ഇട്ട ഇറച്ചി അങ്ങ് കുഴഞ്ഞു കുത്തിയിരിക്കുകയും ചെയ്യും. പെട്ടെന്ന് ഇറച്ചി കേടാവും. എന്നാ ഫ്രിഡ്ജിൽ വെച്ചാലും അതിൻ്റെ ചുവ വ്യത്യാസവും വരും. ഇനി നമ്മൾ മസാലപ്പൊടി ഇടുവാണ്. നമ്മൾ 2 നല്ല ഈ സ്ലോല ഇടും. നമ്മളിവിടെ വറുത്ത് പൊടിക്കുന്നതായതുകൊണ്ടാണ് ഇത്രയും കുറച്ച്. ഇനി ഞാനൊരു ദിവസം ഞാനിവിടെ ഉണ്ടാക്കുന്ന മസാലപ്പൊടിയുടെ വീഡിയോ ഇട്ട് തരാം. ഇനി കുരുമുളക് പൊടി ഇടുന്നത്. കുരുമുളക് പൊടി നന്നായിട്ട് ഇടണം. അതാണ് പന്നിയിറച്ചിയുടെ ടേസ്റ്റ്. ഞാനിപ്പോൾ ഈ സ്പൂണിനൊരു 4 പൊടി ഇട്ടു. ഇനി നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പന്നിയിറച്ചിക്ക് ചേരാനുള്ള എല്ലാ ചേരുവകളും ഇതിൻ്റെ അകത്ത് ചേർക്കും. ഇനി നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ അരച്ച ആ പാത്രം കഴുകിയ വെള്ളമാണ് ഇത് ഗ്രേവി ആകാൻ ഒഴിക്കുക. ഒരു നല്ലൊരു മസാല എല്ലാം കൂടെ മൂത്ത ഒരു മണം വരും, കുത്തല് മണം. ഈ പന്നിയിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുവാണ്. നന്നായിട്ട് മസാല പിടിക്കാനായിട്ടല്ല നല്ല പൊതിഞ്ഞ് കാണുമ്പോൾ കൂട്ടാൻ തോന്നുന്നു. അതുപോലത്തെ രീതിയിൽ മസാല ഇളക്കി. നമ്മൾ മല്ലിപ്പൊടി കുറച്ച് ചേർത്തതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ എന്തിനാണേലും മല്ലിപ്പൊടി അധികം ചേർത്താൽ ആ കറിക്ക് പെട്ടെന്ന് ടേസ്റ്റ് വ്യത്യാസം വരും. അത് പെട്ടെന്ന് കേടായിട്ട് പോകും. അതാണ് എന്ത് സാധനത്തിനാണേലും എല്ലാവരും മല്ലി നല്ലപോലെ തട്ടും കൊള്ളുക. ഇപ്പം ഞങ്ങളുടെ ഏതാണ്ട് ഇറച്ചി എല്ലാം നല്ല മിക്സ് ചെയ്ത് നല്ല ഭംഗിയായി. ഇനി നമ്മൾ അതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം, ഈ പന്നിയിറച്ചി വേവാനുള്ള വെള്ളം കൂടി ഒഴിക്കുക കേട്ടോ. ഇനി നമ്മളിത് മൂടി വേവിക്കുവാണ്.
ഇതിൻ്റെ അകത്ത് ഉപ്പും എല്ലാം നമ്മൾ ഇട്ടതാണ് നേരത്തെ. ഇനി നമ്മൾ ഇതിൻ്റെ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഇത് അവസാനം ഏതാണ്ട് ഇറച്ചി പറ്റി വരുമ്പം ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പൊഴിച്ചാൽ മതി. ഇത് ഒരു 3/4 മണിക്കൂർ നേരം വേണം. അതൊക്കെ എന്ന് പറയുമ്പോൾ ഇറച്ചിയുടെ വേവ് ഞാൻ കുക്കറിലല്ലാത്തതുകൊണ്ടാണ്. കുക്കറിലാണെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് വേവും. ഈ കുക്കറിലല്ലാത്തതുകൊണ്ട് ഈ പന്നിയുടെ ഒക്കെ മൂപ്പ് അനുസരിച്ചാണ് വേവിരിക്കുന്നത്. ഞാനിതെല്ലാം അടുപ്പേ വെച്ചാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് കുക്കറിൻ്റെ അകത്ത് വെച്ച് ഇറച്ചിയൊന്നും വെച്ചാൽ ടേസ്റ്റ് ഇഷ്ടമില്ല. അതുകൊണ്ട് ഇനി ഇത് മൂടി, ഇനി ഇത് വെന്ത് കഴിയുമ്പോൾ എടുക്കാം. നമ്മുടെ പന്നി റെഡിയായി. ആ പന്നിയുടെ നെയ്യാണ് കേട്ടോ കിടക്കുന്നത്. വെള്ളമെല്ലാം പറ്റി നല്ല പെരളനായി. ഒത്തിരി വെന്താൽ കൊള്ളുകയല്ല. വെന്തങ്ങോട്ട് എല്ലാ ഇറച്ചിയും ഒരു 3/4 വേവാകുമ്പോഴത്തേനും നമ്മൾ വാങ്ങണേ. പിന്നെ നമ്മൾ ചൂടാക്കി അങ്ങോട്ട് വെന്ത് അല്ലിയായിട്ട് അടങ്ങും. പ്രത്യേകിച്ച് പന്നി ഇറച്ചി വെന്ത് പോയാൽ കൊള്ളുകയില്ല. ഇപ്പം നമ്മുടെ പന്നി റെഡി. നമ്മുടെ പന്നി ഇറച്ചി പെരളൻ റെഡി. ഇനി നമ്മളിതെന്ന് നമുക്ക് ഉപയോഗിക്കാൻ നേരത്തെ കുറേശ്ശെ എടുത്ത് ചൂടാക്കി കൂട്ടാം. അന്ന് നമ്മൾ ചൂടാക്കുമ്പോൾ ശകലം വെളിച്ചെണ്ണയോ ചേർക്കാവുള്ളൂ. ആ പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ടിട്ട് ഉലത്തിയെടുത്താൽ മതി. നല്ല കറുത്ത പന്നി ഫ്രൈ ആയി വരും. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക.